ഒരു ഏകാധിപതി ഒരിക്കലും പഠിക്കില്ല. ജനം എത്ര ശക്തമായ താക്കീത് നൽകിയാലും പഠിക്കില്ല. മോദി ഒരിക്കലും പഠിക്കില്ല. അത് ഒരിക്കലും മോദിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. മോദിയെ പിന്തുണയ്ക്കുന്നവരെ പോലെ തന്നെ ഏത് വാക്കിനും ഏത് പ്രവൃത്തിക്കും മടിക്കില്ല. ഇപ്പോൾ ഇതാ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും മാസമായി ED കള്ളക്കേസിൽ കുടുക്കി കേജ്രിവാളിനെ ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച 20-ാം തീയതി വിചാരണ കോടതിയായ റൌസ് അവന്യൂ കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. ഇതുവരെയും അദ്ദേഹത്തിനെതിരെ വ്യക്തമായ തെളിവുകളോ കുറ്റപത്രമോ സമർപ്പിക്കാതിരുന്നതിനാലാണ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. എന്നാൽ പിറ്റേ ദിവസം തന്നെ ED ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ജാമ്യത്തിൽ സ്റ്റേ നേടിയെടുത്തു. വിചാരണ കോടതിയിൽ വാദം നടത്താൻ തങ്ങൾക്ക് മതിയായ അവസരം ലഭിച്ചില്ല എന്ന EDയുടെ വാദം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇതിൽ തിങ്കളാഴ്ച സുപ്രീം കോടതി അതിശയം രേഖപ്പെടുത്തിയിരുന്നു. ഹൈക്കോടതിയുടെ ഈ ജാമ്യം സ്റ്റേ ചെയ്തുള്ള നീക്കം അസാധാരണമാണെന്നായിരുന്നു സുപ്രീം കോടതി കണ്ടെത്തിയത്. എന്നാൽ സുപ്രീം കോടതി അതിന്മേൽ നടപടിയൊന്നും എടുത്തില്ല. തിങ്കളാഴ്ച ഹൈക്കോടതി സ്റ്റേ തുടരാൻ അനുവദിച്ചു. ബുധനാഴ്ച ഇതിന്മേൽ സുപ്രീം കോടതി വാദം കേൾക്കാനിരിക്കുകയായിരുന്നു. അതിന് തൊട്ടു തലേ ദിവസം CBI തീഹാർ ജയിലിലെത്തി കേജ്രിവാളിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിനെ സുപ്രീം കോടതി EDയുടെ കേസിന്മേലുള്ള ജാമ്യത്തിൽ വാദം കേൾക്കാനിരിക്കുന്നതിന്റെ തലേ ദിവസം CBI അദ്ദേഹത്തിന് ഇതേ മദ്യ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യുന്നു. ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടുകേൾവിയുള്ള സംഭവമാണോ ഇത്? സുപ്രീം കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമെന്ന് കണ്ട മോദി തന്റെ അടുത്ത ചട്ടുകമായ CBI കൊണ്ട് വീണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക, അതും ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അതേ കേസിൽ. അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കാനുള്ള അനുവാദവും CBI നേടിയെടുത്തു. എങ്ങനെയാണ് ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയൊക്കെ നടക്കുക? നോർത്ത് കൊറിയയും ചൈനയും വരെ നാണിച്ചു പോകുന്ന ജനാധിപത്യ ലംഘനവും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനും ഒരു മടിയും കൂടാതെ നടത്താൻ എങ്ങനെ തോന്നുന്നു മോദിയുടെ ചട്ടകങ്ങളായ ജനാധിപത്യ സംരക്ഷകരായിരിക്കേണ്ട അന്വേഷണ ഏജൻസികൾക്ക്? ഇതിനെതിരെ എല്ലാ വശത്തു നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കോടതികൾ വരെ പരിപൂർണ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ. ഇതേ ദിവസം തന്നെയാണ് മദ്യലഹരിയിൽ പോർഷയിടിച്ച് 2 പേരെ കൊലപ്പെടുത്തിയ കൗമാരക്കാരന് ജാമ്യം അനുവദിച്ചുകൊണ്ട് മുംബൈ ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നത്. എവിടേക്കാണ് ഈ രാജ്യം പോകുന്നത്? പോർഷയിടിച്ച് 2 പേരെ കൊലപ്പെടുത്തിയവന് ജാമ്യം. ഭരണകക്ഷിയുടെ കൊള്ളരുതായ്മയ്ക്കെതിരെ ശബ്ദിക്കുന്ന എല്ലാവരെയും കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ജയിലിലിടുക ഒരു സമ്പൂർണ്ണ ഏകാധിപത്യത്തിന്റെ ലക്ഷണമല്ലേ ഇതെല്ലാം? ഇന്ത്യ ടുഡേയുടെ രാജീവ് സർദേശായി ഇതിനെതിരെ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: സുപ്രീം കോടതി വാദം കേൾക്കുന്നതിന് തലേദിവസം അതേ കേസിൽ CBI കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാ മര്യാദകളുടെയും നഗ്നമായ ലംഘനമാണ്. 1975 അർദ്ധരാത്രിയിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതിന്റെ വാർഷിക ദിനത്തിലാണ് ഇങ്ങനെയുള്ള നഗ്നമായ നിയമലംഘനം അരങ്ങേറുന്നത്. ചിലർ എത്രയായാലും പഠിക്കില്ല എന്നാണ്. ഇത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ആണെന്ന് വളരെയേറെ പേർ അഭിപ്രായപ്പെട്ടു. ഇതിനെക്കുറിച്ച് AAP രാജ്യസഭാ MP സഞ്ജയ് സിംഗ് പറഞ്ഞത്, സുപ്രീം കോടതിയിൽ നിന്നും കേജ്രിവാളിന് ജാമ്യം ലഭിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉള്ള സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് CBIയെ ദുരുപയോഗം ചെയ്ത് വലിയ കളിയാണ് കളിക്കുന്നത്. ഈ കള്ളക്കളി എന്നത് അരവിന്ദ് കേജ്രിവാളിനെതിരെ CBIയെ കൊണ്ട് കള്ളക്കേസുണ്ടാക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രാജ്യം മുഴുവനും BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഈ കള്ളക്കളിയും നിയമലംഘനവും ജനാധിപത്യ ലംഘനവും അനീതിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യം മുഴുവൻ ഈ അന്യായത്തിനെതിരായി കേജ്രിവാളിനൊപ്പം നിൽക്കുകയാണ് എന്നാണ്. എത്രയായാലും പഠിക്കാത്ത മോദിയുടെ പതനത്തിന് വലിയ കാലതാമസം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പാണ്. ഇങ്ങനെ തുറന്നു കൊണ്ടുപോകാൻ ഇന്ത്യയിലെ ജനങ്ങൾ സമ്മതിക്കില്ല. ഇതിനൊരു അവസാനം ഉണ്ടാവും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതുപോലെ ജനാധിപത്യവും മതേതരത്വവും മാന്യതയും മര്യാദയും പുലരുന്ന ഒരു ജനസമൂഹ നിർമ്മിതിക്കായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.